തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യയിൽ കുടുങ്ങിയ അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് ആശ്വാസ തീരത്തെത്തിയിരിക്കുകയാണ്. പ്രിൻസ് ഇപ്പോൾ ഉള്ളത് സ്വന്തം വീട്ടിലാണ്. സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയോടൊപ്പം വീട്ടിന് മുറ്റത്താണ്. എന്നെ സഹായിച്ച എല്ലാവർക്കും വളരെ നന്ദി അറിയുന്നു. എന്തായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ? എന്തായിരുന്നു? നമുക്ക് 23 ദിവസം ട്രെയിനിങ് തന്നായിരുന്നു. എന്നിട്ട് ഡയറക്റ്റ് വാറായിരുന്നു. കാണുന്ന സ്ഥലത്ത് ഫുള്ളും ഡെഡ് ബോഡിയാണ്. നിങ്ങൾ 3 പേരും ഒന്നിച്ചാണല്ലോ പോകുന്നത്, ടിനുവും വിനീതും. അവരെ പിന്നീട് എപ്പോഴും അവസാനമായിട്ട് കണ്ടതെന്നാ? ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് 30 ദിവസം ലീവ് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ലീവ് വേണമെങ്കിൽ എനിക്ക് കമാൻഡറിൻ്റെ സൈൻ വേണം. അപ്പോൾ അതിന് ഞാൻ വീണ്ടും ഉക്രൈനിലോട്ട് പോയി. അങ്ങനെ വിനീതിനെ കണ്ടായിരുന്നു. വിനീതിൻ്റെ 10 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ മടങ്ങി മോസ്കോയിലോട്ട്. യുദ്ധഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിതനായത് എന്തുകൊണ്ടാണ്? അലക്സ് എന്ന് പറഞ്ഞ ഒരാൾ വ്യക്തി ക്യാമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ഏർപ്പാട് ചെയ്ത് കോൺട്രാക്ട് സൈൻ ചെയ്ത്. അപ്പോൾ ക്യാമ്പിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ആർമി ആണെന്ന്. നമ്മുടെ അടുത്ത് ഫോണും പാസ്പോർട്ടും അവർ വാങ്ങിച്ചു വെച്ചായിരുന്നു. അപ്പം അതിനുശേഷം പരിക്ക് പറ്റിയിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വേദന ഉള്ളു. വേറെ കുഴപ്പമൊന്നുമില്ല. ഏകദേശം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? എങ്ങനെയാണ്? വെടിയേറ്റ്, ഫസ്റ്റ് ഇവിടെ വെടിയേറ്റ്, പിന്നെ ഡ്രോൺ അറ്റാക്ക്. എവിടെ വെടിയേറ്റതൊക്കെ? മറ്റുള്ളവരുടെ സ്ഥിതി എന്താ? അവരുടെ അവസ്ഥ ഒട്ടും മോശമാണ്. എന്ത് വേണമെങ്കിൽ എപ്പോഴും എന്തെങ്കിലും സംഭവിക്കും. അവിടെ 24 മണിക്കൂറും വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കോൺടാക്റ്റിലുണ്ട്, വിനീത് കോൺടാക്റ്റിലുണ്ട്, ടിനു കോൺടാക്റ്റിലില്ല. പക്ഷേ അടുത്തടുത്ത് തന്നെ ഉണ്ട് അവർ. വേറെ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായി കുടുങ്ങി കിടക്കുന്നവർ അങ്ങനെ ആരെങ്കിലും? അത് ഇന്ത്യക്കാർ. വിനീതിൻ്റെ കൂടെ ഒരാളുണ്ട്, ടിനുവിൻ്റെ കൂടെ ഒരാളുണ്ട്. ഇന്ത്യക്കാർ കുറേ ഉണ്ട്. ഈ അലക്സ് എന്ന് പറഞ്ഞ ഒരാളാണ് അവരെല്ലാവരും പറ്റിച്ചത്. അവിടെ എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് തന്നത്? ഫസ്റ്റ് നമുക്ക് M16 ആയിരുന്നു ഗണ്ണ്, പിന്നെ ഗ്രനേഡ് എല്ലാം പ്രാക്ടീസ് ആയിരുന്നു. ഫുൾ ട്രെയിനിങ് ആയിരുന്നു. പിന്നെ RPG. അവിടെ ഫസ്റ്റ് ക്യാമ്പിൽ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ സെക്കൻഡ് ക്യാമ്പിൽ ഡേ നൈറ്റ് ഉണ്ടായിരുന്നു. ഫുൾ ട്രെയിനിങ്. AK-47, RPG-30, ഗ്രനേഡ്, ടാങ്ക് അറ്റാക്ക് ചെയ്യണ സംഭവം, മിഷൻ ഗണ്ണ് ഫുള്ളുണ്ടായിരുന്നു. അമ്മ എന്താണ് ആശ്വാസമായി? വളരെ സന്തോഷമായി. എത്രയും പെട്ടെന്ന് ആ 2 പിള്ളേരെയും കൂടെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ചാനലിറങ്ങല മുരളീധരൻ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ഇത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ട് എത്തിച്ചേരും. അതേപോലെ അവരെയും കൊണ്ട് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളിരിക്കുന്നു. താഴ്മയോടെ ഞങ്ങൾ നന്ദി പറയും. പ്രിൻസിനൊപ്പം പോയവരാണ് ടിനുവും വിനീതും. അവരെ കൂടി തിരിച്ചെത്തിയാൽ മാത്രമേ ഇവർക്ക് മനസ്സ് നിറഞ്ഞ് ഒന്ന് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. MS സുജിത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.